നവകേരള സർവേയിലും വെട്ടിലായിരിക്കുന്നു സർക്കാർ. നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം തുടർഭരണം ഉറപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുന്നതിന്റെ തെളിവാണ് പുറത്തുവന്നിരിക്കുന്നത്. സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് ഒക്ടോബർ 22-ന് സംഘടിപ്പിച്ച ശില്പശാലയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് പുറത്തായത്. എന്തുകൊണ്ട് തുടർഭരണം വേണമെന്ന് ജനങ്ങളെ വോളണ്ടിയർമാർ ബോധ്യപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി അതിൽ പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചു കൊടുക്കും. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയും. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഓരോ വിവാദങ്ങളും വിശദ വിവരങ്ങളുമായി നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇത് നവകേരള സർവേ വിവാദം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയുള്ള ഒരു സർവേ ആണെന്നുള്ള, PR ആണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് എന്തായാലും ഇപ്പോൾ പൊതു സമൂഹത്തിന് മുന്നിലുള്ളത്. ഈ വിവാദവും സർക്കാരിന് തിരിച്ചടിയാവുകയാണോ? തുടർഭരണമാണ് ലക്ഷ്യം, പക്ഷേ ഇതൊക്കെ കല്ലുകടിയായി മാറുകയാണോ യാഥാർത്ഥ്യത്തിൽ? റോഷ്നി, തുടർഭരണം ലക്ഷ്യമിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ നവകേരള സർവേ. അത് വലിയ രീതിയിൽ ഗൃഹസന്ദർശനമാണ് ആസൂത്രണം ചെയ്തത്. അങ്ങനെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. വിവിധ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ സർക്കാരിന്റെ പദ്ധതികളിൽ ഏതെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ അങ്ങനെ, ഇനി സർക്കാരിന്റെ ഈ വികസന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിൽ എത്തിച്ച് അത് അറിയാത്തവർക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം, തുടർഭരണം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടത്തിയെന്ന് കോൺഗ്രസ് പ്രതിപക്ഷം തുടക്കം മുതലേ ആരോപണം ഉന്നയിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രചാരണമാണ്, അത് LDFന്റെ പ്രചാരണമാണെന്ന് ആക്ഷേപമായിരുന്നു. അങ്ങനെ കോടതിയിലെത്തിയപ്പോൾ കോടതി അത് അംഗീകരിക്കുകയും ഈ നവകേരള സർവേ തന്നെ നിർത്തിവെക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ ശില്പശാലയിൽ വളണ്ടിയർമാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, അതിന്റെ ശബ്ദരേഖ തന്നെ പുറത്തു വരുന്നത്. നവകേരള ഈ സർവേയുടെ ഭാഗമായി ഓരോ വളണ്ടിയറും വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മനസ്സിൽ ഓർത്തു വെക്കേണ്ടത് ഒരു തുടർഭരണം, വികസനം നടക്കണമെങ്കിൽ തുടർഭരണം ഉണ്ടാകണം, അതായിരിക്കണം ജനങ്ങളിൽ എത്തിക്കേണ്ട സന്ദേശം എന്ന നിർദ്ദേശമാണ്. അതിനനുസരിച്ച് ആളുകളിലെ കണ്ട് അവരുടെ അഭിപ്രായം തേടുക, അവർക്ക് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്ന ഉത്തരവാദിത്തമാണ്. അതിൽ വളണ്ടിയർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ CPM പ്രവർത്തകരാണെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ സർവേക്കെതിരെ ആക്ഷേപങ്ങളായിരുന്നു. അതൊക്കെ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കല്ലുകടി തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സർവേക്ക് സർക്കാർ സജ്ജമാകുന്നത്. അത് സ്വാഭാവികമായി ഇങ്ങനെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ വേദിയാക്കാൻ വേണ്ടിയാണെന്ന ആക്ഷേപം ശരിവെക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ കൂടി ഒടുവിൽ പുറത്തു വരികയാണ്. അപ്പോൾ ഈ വിഷയവും എന്തായാലും പ്രതിപക്ഷത്തിന്റെ വലിയ ആയുധം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ എന്തിനൊക്കെ മറുപടി പറയണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.